Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി നോൺ വെജ് ആണ്. പക്ഷേ അതൊരു സ്നാക്കാണ്. എന്നാൽ പക്ഷേ ഹെവി മീലാണോ എന്ന് ചോദിച്ചാൽ ആന്നുതാനും. എന്താ പറയുക, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഒരു സാധനം. ഡിന്നറാക്കാം, ഇതിൻ്റെ കൂടെ കുറേ വെജിറ്റബിൾസ് കഴിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊരു മലബാർ ഡിഷാണ്. ഇതിൻ്റെ പേര് വേറെ ഒന്നുമല്ല, അതിശയപ്പത്തിരിയ. അത് ശരിക്കും ഒത്തിരി ഹെവി ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഹെവിയാണ്. ചിക്കനും മൈദ ദോശയും എല്ലാം കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു ഹെവി സ്നാക്കാണ്. അത് ശരിക്കും നോയമ്പ് തുറക്കുന്ന സമയത്തൊക്കെ അവർ ഉണ്ടാക്കുന്നതാ. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ ഒന്ന് കാണിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ചില ബേക്കറീസുകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ എന്നാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പ്രത്യേകിച്ച് വലിയ വെളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരികയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഇടയ്ക്കായിട്ട് കുറച്ച് നാടൻ വിഭവങ്ങളാണ് ചെയ്യുന്നത്. അതേപോലെ ഒരു മലബാറിയൻ നാടൻ ഡിഷ് തന്നെയാണ് ഈ അതിശയപ്പത്തിരി. നമുക്കതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അറിയണം അല്ലേ. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ കുറച്ച് ചിക്കനാ, ബോൺലെസ് ആ വേണ്ടിയത്. ഇതിപ്പോൾ കുറച്ച് കീമ മേടിക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ല എന്നുണ്ടെങ്കിൽ ഇറച്ചിയായിട്ട് മേടിക്കുവാണെങ്കിൽ ബ്രസ്റ്റ് പീസോ അങ്ങനെ എന്തെങ്കിലും മേടിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മിക്സിയിൽ അടിച്ചെടുക്കോ എന്നാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് ചിക്കനിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. മീറ്റിൻ്റെ ഏതായാലും ഈ ഒരു സ്നാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടിയാണ്. മുളക് പൊടി വേണമെങ്കിൽ നമുക്കൊന്ന് ഇതിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനത് ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇതും ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ കളയാം. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ തന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റോ അല്ലെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതായാലും കുഴപ്പമില്ല. അരിഞ്ഞു വെച്ചിരിക്കുന്ന പറയുമ്പോൾ തീരെ കുഞ്ഞുകുഞ്ഞായിട്ട് അരിയണേ, അല്ലാതെ വലിയ മുഴുത്ത കഷ്ണമല്ല വേണ്ടിയത്. പിന്നെ വേണ്ടിയത് ഒരു 2 വലിയ സവാള ഇതേപോലെ കുഞ്ഞുകുഞ്ഞായിട്ട് അരിയുക. സവാള മാത്രമല്ല, പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഞാൻ പറഞ്ഞത് ഇതേ കൂട്ട് തന്നെ അരിയണേ. നെക്സ്റ്റ് വേണ്ടിയത് പച്ചമുളക്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. നമ്മുടെ എരിവ് അനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഞാനിപ്പം കുരുമുളകും മുളക് പൊടി എടുക്കുന്നതുകൊണ്ട് പച്ചമുളക് കുറച്ചതാ. ഇനിയിപ്പോൾ അത് രണ്ട് സ്കിപ്പ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. പിന്നെ ഉള്ളത് കുറച്ച് നെയ്യാണ് വേണ്ടേ. പിന്നെ ഉള്ളത് കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിയില. ഇതിന് ഇഷ്ടംപോലെ മുട്ട വേണം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തേക്കുന്നത്. 6 മുട്ട എടുത്തേ. പക്ഷെ ഒരു മുട്ട ഇവിടെ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ വേണ്ടേ, ഞാനിവിടെ ഒരു കുറച്ച് മൈദയുടെ കൂട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പാൻ കേക്ക് പോലെ മൈദാ ദോശ ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ മൈദയും മുട്ടയും പാലും ഉപ്പും കൂടെ ഇട്ട് കലക്കി വെച്ചിരിക്കുന്ന ബാറ്ററായത്. ഇത് ദോശ ഉണ്ടാക്കണം. അപ്പം അതിനാണ് ഞാൻ ഈ 6 മുട്ടയിൽ നിന്ന് ഒരു മുട്ട എടുത്തത്. ഈ മൈദാദോശ കലക്കാൻ വേണ്ടി ഞാൻ എടുത്ത പശുവും പാലാണ് ഇത് പശുമ്പാലിൽ തന്നെ കലക്കണമെന്നില്ല, പച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പശുമ്പാലിൽ കലക്കിയാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. പിന്നെ വേണ്ടിയത് അടുത്ത് കുറച്ച് പച്ചമുളകും കൂടെ വേണം. ഇത് എന്നാത്തിനാന്ന് വെച്ചാൽ മുട്ടയുടെ കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് അലങ്കാര വസ്തുക്കളാണ് ഈ പറഞ്ഞ പോലെ കുറച്ച് കാഷ്യൂനട്ട് വേണം. അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇപ്പോൾ കാഷ്യൂനട്ട് തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കപ്പലണ്ടി ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു ഇച്ചിരി മുന്തിരിങ്ങ. ഇത് രണ്ടും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ കൂട്ടുണ്ടാക്കണമല്ലോ. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യാം, റിഫൈൻഡ് ഓയിലിൽ ചെയ്യാം, ഏതാ നമുക്ക് കൺവീനിയൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാൽ മതി. അപ്പം ഇവിടെ ഇപ്പോൾ ഒരു നാടൻ വിഭവമാണ്. അപ്പം ഞാൻ എത്രയായാലും വെളിച്ചെണ്ണയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇനി എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ചേർക്കാം. ദാറ്റ് ഇസ് ഫസ്റ്റ് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ അങ്ങനെ 1 by 1 ആയിട്ട് ചേർത്ത് നല്ലതായിട്ട് വഴറ്റി ഈ പറഞ്ഞ പോലെ ചിക്കനും ഇതിനകത്തോട്ടിട്ട് പൊടികളും എല്ലാം ഇട്ട് വഴറ്റി നല്ല വെള്ളം ഫുൾ വറ്റിയിട്ട് മുരിച്ചെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ചെയ്യണം. മുരിച്ചെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഒത്തിരി ഡ്രൈ ആവുന്നതും ഡ്രൈ ആവേണ്ടാത്തതും ഒക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇവിടെ ഇപ്പം ഞാൻ ഭയങ്കര ഡ്രൈ ആക്കുകയല്ല, എന്നാൽ ഡ്രൈ ആക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യാൻ പോണേ. ഫസ്റ്റ് ഞാൻ ആ ഉള്ളി
ഏകദേശം 1 കിലോളം ചിക്കൻ വരും ഇത്. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മുടെ കണക്ക്. 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും, ഇതാണ് നമ്മുടെ കണക്ക്. പക്ഷേ ഇത് മേടിച്ച പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അത്ര ഇടത്തില്ല, ഒരു 3/4 ടീസ്പൂണേ ഇടത്തുള്ളേ. സ്ട്രേറ്റ് ഹാഫ്. ഇനിയിപ്പോ അഥവാ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി നെയ്യോട് ഒഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്ന നെയ്യ് എപ്പോഴും ഞാൻ ഉപയോഗിക്കാൻ എടുത്ത എന്നാന്ന് വെച്ചാൽ മൈദാദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതിന്റെ കൂടെ പച്ചമുളകും കൂടെ ചേർക്കാൻ പോവാം. ഉള്ളി ഒരുപാട് കൊത്തി അരിഞ്ഞുകൊണ്ടുണ്ടല്ലോ, അതിന്റെ ജലാംശം ഒത്തിരി ഉണ്ട്, വാട്ടർ കണ്ടന്റ്. അതൊന്ന് ഇച്ചിരി പറ്റാനായിട്ട് സമയമെടുക്കും. ഇച്ചിരി ഒന്ന് വാടി വരാനും സമയമെടുക്കും. ഒരു എന്താ പറയാ, വാടി അങ്ങ് മുരിഞ്ഞൊന്നും വരണ്ട. ട്രാൻസ്ലൂസൻ, ട്രാൻസ്പെറന്റ് അങ്ങനെയൊക്കെ പറയല്ലേ, അത്രയും പോരാ. പക്ഷെ എന്നാലും ഒരു ഇച്ചിരി വേവണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഉള്ളി ഇങ്ങനെ മുരിഞ്ഞു തുടങ്ങുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് പൊടികൾ കംപ്ലീറ്റ് ആണ്, നല്ല ലോ ഫ്ലെയിമില്. ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി. മുളക് പൊടി സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം, ഞാൻ ഇടുന്നില്ല, ഞാൻ ഇടുന്നതേ ഉള്ളൂ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇതും സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, മസ്റ്റ് അല്ല. ഇതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല. ഇത് പൊടിച്ച് ചേർക്കുന്നതിനോടാണ് എനിക്ക് ഏറ്റവും താല്പര്യം. കാര്യം അതിന് നല്ലൊരു മണം. അല്ലാതെ നമ്മൾ പാക്കറ്റ് മേടിക്കുവാണെങ്കിലുണ്ടല്ലോ അതിനൊരു സുഖമില്ലാത്ത മണമാണ്. എനിക്കത് അതിൻ്റെ അരോമ ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ എന്നാന്നറിയോ, ഇതിനകത്ത് നമുക്ക് ഇടേണ്ട സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ എക്സ്ട്രാ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു തക്കാളി ചെറുതായിട്ടിടാം, അല്ലെങ്കിൽ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ടിടാം, ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇടാം. ഇതൊന്നും ഇടാതെ തന്നെ പ്യോർ ചിക്കനിലാണ് നമ്മളിതിപ്പോൾ വെക്കാൻ പോകുന്നത്. ഇനിയിപ്പം ഈ അരപ്പൊന്നൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് ചിക്കനാണ്. ഇനിയിപ്പോൾ അഥവാ ഞാനിപ്പോൾ ഈ ചേർത്തിരിക്കുന്ന പൊടികളൊന്നും പോരാ എന്ന് എനിക്ക് തോന്നുവാന്നേൽ ഞാൻ ഒരു ഇച്ചിരി അതിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും. ഇപ്പം നമ്മൾ ചേർക്കുന്ന ചിക്കൻ്റെ അളവ് അനുസരിച്ച് നമ്മൾ ആ പൊടിയുടെ എണ്ണം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ അളവായിരിക്കുമല്ല നമ്മൾ ചേർക്കുമ്പോൾ. ചേച്ചി പറഞ്ഞ ഇങ്ങനെയാണ്, ഞാൻ ചേർത്തത് ഇങ്ങനെയാണ്, ഇന്ന് കുറ്റം പറയാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ചേർക്കുമ്പോൾ നമുക്കറിയാലോ, ഈ ഇറച്ചിക്ക് ഇത്രയും അങ്ങ് പോരാ, ഇന്ന് ഇച്ചിരി കൂടെ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സമയത്ത് ചേർക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാര്യം എന്നാണെന്നറിയാമോ, നമ്മൾ ലാസ്റ്റ് തന്നെ ഒന്ന് ഡ്രൈ ആക്കുമല്ലേ, അന്നേരം ആ പച്ച കുത്തലിൻ്റെ ചുവയൊക്കെ അങ്ങ് മാറിക്കോളും. ഇത് പിന്നെ ഒത്തിരി സ്പൈസി അല്ല, ഒരു ചെറിയ സ്പൈസി ആവുന്നുള്ളൂ. ആക്കണമെങ്കിൽ പച്ചമുളകിന്റെ എണ്ണവും കൂട്ടണം, മുളക് പൊടിയുടെ, കുരുമുളകിന്റെ, ഇതിൻ്റെയൊക്കെ ഒരു അളവിന് വ്യത്യാസം വരുത്തുകയാണെങ്കിൽ ഇത് കുറച്ച് എരിവാക്കാം. എന്തായാലും ഉള്ളിയിൽ ചേർത്തിരിക്കുന്ന അത്രയും ഉപ്പ് പോരാ, ഇത് ഇത്രയും ചിക്കനകത്തോട്ട് പിടിക്കാൻ പോരാ, ഇതിനകത്ത് ഇച്ചിരി കൂടെ വേണം. ഓക്കെ, ഞാൻ ഇതിനകത്തോട്ട് കംപ്ലീറ്റ് നമ്മുടെ മസാലാസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു. പക്ഷേ നമ്മുടെ ഇറച്ചി ഒന്ന് വേവുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലിയിലയുടെ ടേസ്റ്റും അല്ലെങ്കിൽ കറിവേപ്പിലയുടെയും ടേസ്റ്റും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ മല്ലിയില മാത്രമേ ഇടുന്നുള്ളൂ, കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഇറച്ചി വേവുന്ന സമയം നമുക്ക് ആ മൈദാ ദോശയും കൂടെ ഉണ്ടാക്കാം. മൈദാ ദോശ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മുട്ടയും ഒരു 1/2 കപ്പ് മൈദായും പശുവും പാലും ഉപ്പും മാത്രം കലക്കിയെടുത്ത് വെച്ച ബാറ്ററായത്. അപ്പം ഇനി നമുക്ക് ദോശക്കല്ല് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ദോശയുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ദോശ ഉണ്ടാക്കി കൂട്ടുണ്ടാക്കിയിട്ട് എല്ലാം ഇതൊരു എന്താ പറയുക, ഒരു കേക്ക് ടിന്നില്ലേ, പണ്ട് നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു കേക്ക് ടിന്നുണ്ടല്ലോ, ആ ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ അതേ ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ നല്ലതായിട്ട് നെയ്യ് തൂത്തേച്ചൊന്ന് വയ്ക്കുവാണെങ്കിൽ നമ്മൾ ഡിമോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ഷേപ്പിന് വരും. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തു വെക്കുക. അപ്പോൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ അളവിന് വട്ടത്തിൽ വേണം ദോശ ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ദോശ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് എന്നാന്ന് വെച്ചാൽ, ഞാൻ ഏത് പാത്രമാണോ എടുക്കുന്നോ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നോ ആ പാത്രത്തിൻ്റെ അളവിന് മുറിച്ചെടുക്കും. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. മിനിമം ഒരു 10 ദോശയെങ്കിലും വേണം.
ദോശ 10 ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇത്രയും ഞാൻ മൊരിച്ചിട്ടുള്ളൂ. ഇതിലപ്പുറം മൊരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇനി പിന്നെ അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ദോശയ്ക്കുള്ളൊരു കൂട്ടുണ്ടാക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഏറ്റവും എളുപ്പം, ഇത് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പാത്രമില്ലേ, ഇതാണ് സാധനം. ഞാൻ ഈ അളവിന് ദോശ മുറിച്ചെടുത്തേക്കും. അതായത് നമ്മുടെ ഈ പാത്രത്തിനകത്ത് ഇങ്ങനെ കൊള്ളുന്ന പോലത്തെ ആ അളവിനാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഇനി ഏത് പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ മുട്ടയുടെ ഒരു കൂട്ടുണ്ടാക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കയ്യിൽ 5 മുട്ടയാണ്. ഓക്കെ, മുട്ടയുടെ കൂടെ തന്നെ പച്ചമുളക് ഇതിൻ്റെ കൂടെ തന്നെ അടിക്കുക. അത് എരിവ് അനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. ഇപ്പോൾ ഒരു 2 വലിയ പച്ചമുളക് എടുത്ത്, പോരാന്നുണ്ടെങ്കിൽ ഒരു ചെറുതൂടെ മതി. ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഉപ്പ് ആവശ്യം, ആ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം മതി. ഇത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെയൊക്കെ ചെയ്തെടുത്താലും മതി. ഇത് കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ കണ്ടുപിടിച്ചത്. ഇപ്പം ഇതാ അതിൻ്റെ കൂട്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ, ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യോ ബട്ടറോ എന്നാന്ന് വെച്ചാൽ ഏതാ നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ അത് തേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വാഴയില ഇടാം, ഇല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഇടാം. ഏതാ ഡീമോൾഡ് ചെയ്യാൻ എളുപ്പമുള്ളത് ഏതാന്ന് വെച്ചാൽ അതിടാം. ബേക്കിംഗ് പേപ്പർ ഇടാം, ഏത് വേണേലും ഇടാം. ഇപ്പം ഞാൻ ഇതിനകത്ത് നെയ്യ് പുരട്ടിയേക്കുക. പുരട്ടി ഇങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നെയ്യ് നല്ല തണുത്തതിന് ശേഷം ഇത് ഡീമോൾഡ് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ പിച്ചി പറഞ്ഞൊക്കെ പോരും. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ. ഫസ്റ്റ് ഇത് ലെയർ ചെയ്യാൻ പോവാ. ആദ്യത്തെ ദോശ എടുത്തേച്ച് ഈ മുട്ടയുടെ കൂട്ടില്ലേ അതിനകത്തോട്ട് ഫുൾ മുക്കി വെച്ച് ഇതിനകത്തിടും. ഇതിൻ്റെ മേളിലാണ് നമ്മൾ ഈ കൂട്ട് വയ്ക്കുന്നത്. ഈ കൂട്ടിനകത്ത് ഒരു കാര്യം ഇടാൻ മറന്നുപോയി. എന്നാന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മുന്തിരിങ്ങ നെയ്യിൽ വറുത്തിടാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ നെയ്യ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനിയും നെയ്യ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി ഇടുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ വറുത്തിടാം, അല്ലെങ്കിൽ ഇങ്ങനെ സാധായിട്ട് ഇട്ടാലും മതി. ഇനി ഇതിൽ നിന്ന് കുറച്ച് കൂട്ടെടുത്ത് ഇതിൻ്റെ മേളിൽ ഈ 10 ദോശയും അങ്ങനെ തന്നെ ലെയർ ചെയ്യുക. അതായത് 10 ദോശ എന്നുള്ളൊരു കണക്കിൽ ഞാൻ ചുട്ടെന്നേ ഉള്ളൂ. ഈ പാത്രം നിറയുമ്പോൾ നിർത്തിയേക്കുക. ഈ കുഞ്ഞി പാത്രത്തിനകത്ത് ഒരു 5 ദോശയെ കൊള്ളുന്നുള്ളൂ, മതി ധാരാളം. ഇനി ചെയ്യാനുള്ള എന്നാന്ന് വെച്ചാൽ നമുക്ക് ബാക്കി കൂട്ടുണ്ടല്ലോ, നെക്സ്റ്റ് ലെയർ ഉണ്ടാക്കാം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിൽ ഡെക്കറേഷൻ വൈസ് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും വെച്ച് കുറച്ച് മല്ലിയിലയൊക്കെ ഇടാം. അതിന് മുന്നേ ആയിട്ട് ബാക്കി വരുന്ന നമ്മുടെ മുട്ടയുടെ കൂട്ടുണ്ടല്ലോ ഇതിനകത്തോട്ട് നമ്മൾ ഒഴിക്കുക. ആ സൈഡിലോട്ടൊക്കെ ആ മുട്ടയുടെ കൂട്ട് അകത്തോട്ട് ചെന്നാലേ ഇത് ബൈൻഡ് ആവത്തുള്ളൂ. ഇനി ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല സ്റ്റീം ചെയ്തെടുക്കുക. സ്റ്റീം ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി പാത്രം ഇല്ലേ അതിനകത്തോട്ട് ഇതിൻ്റെ വേവെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം വെന്തതാ. ഇനി വേവാനുള്ളത് മുട്ട മാത്രമേ ഉള്ളൂ. മുട്ടയ്ക്ക് എത്ര വേവാണ് ഉള്ളത്. എന്നാലും ഈ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ വേവിച്ചാൽ മാത്രമേ, കുറച്ച് നേരം കൂടുതൽ വെച്ചാൽ മാത്രമേ ഈ ബൈൻഡ് ചെയ്യണമല്ലോ നമ്മുടെ ദോശ മൊത്തം ഒന്ന് ഈ ഇത്രയും നമ്മൾ ചെയ്ത സാധനം ഒരു കേക്ക് രൂപത്തിൽ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അതിൻ്റെ ആ ഒരു വേവ് വന്നാലേ ഒക്കത്തുള്ളൂ. അതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നാടൻ ലസാന്യയുടെ ഒരു വേർഷനാണെന്ന് മാത്രം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനൊരു ഹെവി സ്നാക്കാണ്. ലസാന്യ ചെയ്യുമ്പോൾ ശരിക്കും വേറൊരു വേർഷൻ. നമുക്ക് ഒരു പ്രാവശ്യം അതും ചെയ്യാം കേട്ടോ. ബേക്കിംഗ് അല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണമല്ലോ, എല്ലാം പഠിക്കണം. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇത് കംപ്ലീറ്റ് ബേക്ക് ചെയ്യോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ച് ആവിയേറ്റി കംപ്ലീറ്റ് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ ഡീമോൾഡ് ചെയ്തിട്ട് കേക്കായിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ഇതൊരു ഹെവി സ്നാക്കാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ രേഷ്മ പഠിപ്പിച്ച അതിശയപ്പത്തിരി. ഭയങ്കര ടേസ്റ്റാണ്, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടേ? ദേഹം മുഴുവൻ മുട്ടയും ഇറച്ചിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ദിനേശ് പ്രഭാകറാണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു സ്പെഷ്യൽ കൊടുക്കാമല്ലോ അല്ലേ, അപ്കമിങ് ആർട്ടിസ്റ്റാണ്. അപ്പം നമ്മുടെ ആനീസ് കിച്ചണിൽ വരുമ്പം എവറി ഗസ്റ്റ് ഇസ് സ്പെഷ്യൽ ഫോർ എസ്, ബട്ട് സ്റ്റിൽ ഒരു സ്പെഷ്യൽ എക്സ്ട്രാ കൊടുക്കുമ്പം ഒരു സ്നേഹം കൂടുതൽ, അത്രയേ ഉള്ളൂ. എന്തായാലും വിശേഷങ്ങളായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ മുട്ടയെ കുളിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഒന്ന് വൃത്തിയാവണമല്ലോ അല്ലേ. അപ്പോൾ ഒന്ന് വൃത്തിയാവാൻ ഒരു ഷോർട്ട് ബ്രേക്ക്. ഹാർട്ടി വെൽക്കം. താങ്ക് യു. ഇത് ഒരു കട്ടൻ ചായയാണോ അല്ല എന്തെങ്കിലും സ്പെഷ്യൽ ആണോ പറയാൻ? സ്പെഷ്യൽ പിന്നെ തരത്തുള്ളൂ. ആദ്യം നമ്മൾ വന്നിരിക്കുമ്പോ തന്നെ നമ്മൾ വീട്ടിൽ വരുമ്പോ എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണോ. അത് നമ്മുടെ ഒരു ആദിത്യ മര്യാദയല്ലേ. അല്ല ഞാൻ ഈ ഷോയിൽ അങ്ങനെ പല സർപ്രൈസ് സാധനങ്ങളും ഉണ്ടല്ലോ. അതുണ്ട്. അതെ, ഞാൻ ശരിക്കും ചോദിക്കണം, നമ്മൾ തമ്മിൽ എനിക്ക് തോന്നുന്നു ഫംഗ്ഷൻസിനൊക്കെ കൂടുതൽ കണ്ടിട്ടുണ്ട്, അധികം സംസാരിച്ചിട്ടില്ല. അപ്പൊ പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയിട്ട് എന്റെ പ്രേക്ഷകരോടൊന്ന് പരിചയപ്പെടുത്തണമല്ലോ, ഇത് ആരാ ഏതാന്നൊക്കെ പ്രേക്ഷകർക്ക് ഡീറ്റെയിൽ അറിയാം. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ ഉണ്ടല്ലോ ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടറാണ്, ആക്ടറാണ്. ശരിക്കും ഞാൻ എന്റെ പ്രേക്ഷകരെ ഞാൻ എങ്ങനെ പരിചയപ്പെടുത്തണം? ആക്ടർ എന്ന് തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. മറ്റതെല്ലാം ഇതിന്റെ ഓരോ സൈഡ് വശങ്ങളാണ്. കൂടെ വന്ന ആൾക്കാര് പിന്നെ ഈ ഒരു മേഖലയിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വലയെന്ന് പോയാലും കുളത്തിന്ന് പോരെന്ന് പറയല്ലോ. അപ്പൊ ആ ഏരിയയിലൊക്കെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഡബിങ് നേരത്തെ ഉണ്ടായിരുന്നു, വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട്. അപ്പൊ ഡബിങ്ങിലൂടെയാണ് ഇപ്പൊ ഈ അഭിനയ രംഗത്തേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ഡബിങ് ഒരു സൈഡിലുണ്ട്, കാസ്റ്റിംഗ് യാദൃശ്ചികമായിട്ട് വന്നു ചേർന്നതാണ്. അഡ്വർടൈസിംഗിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അഡ്വർടൈസിംഗ് ഡയറക്ഷനും അതിന്റെ ഒപ്പം ചെയ്യാൻ തുടങ്ങി. ആക്ടിങ്ങിന് മുമ്പ് കുറെ മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞു, ഓൾറെഡി ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞു അല്ലേ. അതെങ്ങനെ ശരിക്കും അത് ആ ഒരു വരവ് എങ്ങനെയായിരുന്നു? അല്ല, വരവെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ മിമിക്രി ചെയ്യായിരുന്നു കുറച്ച്, പിന്നെ കുറച്ച് ഈ കമ്പയറിങ്. അപ്പൊ അതിലൂടെയാണ് ഡബിങ്ങിലേക്ക് എത്തുന്നത്. ശബ്ദം നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഡബിങ്ങിലേക്ക് പോകുന്നു. അങ്ങനെ അത് ബോംബെയിൽ വെച്ചിട്ടാണ്. അപ്പൊ അവിടെ ഇങ്ങനെ കേരളത്തിലല്ല, ബോംബെയിൽ എങ്ങനെ പോയി? അവിടെയാണോ സ്റ്റേ? ബോംബെയിലായിരുന്നു കുറെ വർഷം. ഓ അത് ശരി. ഒരു 10-12 ഇയേഴ്സ് അവിടെ ആയിരുന്നു. അപ്പൊ എങ്ങനെ ഹിന്ദിയിൽ ഡബ് ചെയ്യുന്ന? മലയാളം തന്നെ. ഹിന്ദിയും അറിയായിരുന്നു, ഹിന്ദിയിലും ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ബോംബെയിൽ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവിടെ ഒരാൾ വന്ന് ചോദിക്കുക, ഇങ്ങനെ ഡബിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ടോ, ശബ്ദം നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സത്യം പറയാൻ അന്ന് ആ മേഖലയെ കുറിച്ചിട്ട് അറിയില്ലായിരുന്നു കാര്യമായിട്ട്. അതെ, ഡബിങ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പോയപ്പോഴാണ് ഇത് വെരി ഇൻട്രസ്റ്റിംഗ് മേഖലയാണെന്ന് മനസ്സിലായി. പിന്നെ കുറേ അങ്ങനെ ഡബിങ്ങിലൂടെയാണ് ഈ പരസ്യചിത്രങ്ങൾക്ക് ഡബ് ചെയ്യാൻ പോയി. പോയപ്പോൾ പരസ്യചിത്രങ്ങൾക്ക് സൂപ്പർവിഷന് വേണ്ടി വിളിച്ചു. ഷൂട്ടിംഗ് സമയത്ത് അവർ ബോംബെയിലൊക്കെ എല്ലാ ലാംഗ്വേജും ഒരു ഹിന്ദി ആർട്ടിസ്റ്റ് തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവരെ മലയാളം ലിപ്പ് പറയിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് ഡബ് ചെയ്യുമെങ്കിലും ഒരു ലിപ്പ് മൂവ്മെന്റ് കിട്ടാൻ വേണ്ടി അപ്പോൾ നമ്മളെ സൂപ്പർവൈസിങ്ങിനെ വിളിക്കും. അപ്പോൾ പയ്യെ അഡ്വർടൈസിങ്ങിലേക്ക് എത്തി. അങ്ങനെ അപ്പോൾ അതിൽ പിന്നെ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അഡ്വർടൈസിങ് ആയി. ഓരോന്ന് കൂടെ ചേർന്ന് പോകുന്നതല്ലേ. ഏറ്റവും ഇഷ്ടം ആക്ടിങ് തന്നെയാണ്. അപ്പം ഈ ആക്ടിങ് ഉദ്ദേശിച്ച് തന്നെയാണോ ബോംബെ പോയതും? അല്ല, ബോംബെയില് ജോലിയുടെ ഭാഗമായിട്ട് തന്നെ പോയതാണ്. ഒരു പഠിത്തം ഇങ്ങനെ ഒരു പാതി വഴിയിലായി നിന്നപ്പോൾ ഇനി എന്തെന്നുള്ളൊരു ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ബോംബെയിലേക്ക് സാധാരണ സിനിമക്കാരെല്ലാവരും വണ്ടി കയറുന്ന മദ്രാസിലേക്ക് കള്ളവണ്ടി കയറുന്നു, അവിടെ പൈപ്പ് വെള്ളം കുടിച്ച് നടക്കുന്നു എന്നൊക്കെ അങ്ങനത്തെ കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഞാനൊന്ന് വടക്കോട്ട് വെച്ച് പിടിച്ചു. കാരണം ഈ സ്കൂൾ കാലഘട്ടത്തിൽ മുതൽ ഹിന്ദിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഈ ദൂരദർശൻ പരിപാടികൾ കൂടുതലായിട്ട് കാണുക, ദൂരദർശനിലെ സീരിയലുകൾ. അപ്പോൾ ആ സമയത്ത് ഈ സർക്കസ്, ഹംരാഹി, നുക്കട്, തമസ്, കുറേ സീരിയലുകളുണ്ട്. രാമായണം, മഹാഭാരതം, ചിത്രഹാർ, സുരഭി, അങ്ങനത്തെ പ്രോഗ്രാംസ് എല്ലാം ഈ ദൂരദർശൻ വന്ന സമയത്തുള്ള.
അപ്പോൾ അതെല്ലാം കണ്ട് ഹിന്ദിയോട് വല്ലാത്തൊരു ഭ്രമം. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഹിന്ദിക്കാണ്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഹിന്ദി. നമുക്കൊന്ന് ഹിന്ദിയിൽ വർത്താനം പറഞ്ഞാലോ. ഹിന്ദിയിൽ വർത്താനം പറയാൻ കുഴപ്പമില്ല. അതെ, പക്ഷെ നമ്മുടെ പ്രേക്ഷകർ നമ്മളെ തല്ലി തന്നെ അതെ, ഉറപ്പായിട്ടും ഒന്നും മനസ്സിലാവത്തൂല. അല്ലല്ല, പക്ഷെ ഇപ്പോ മലയാളി പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജും കേട്ടാൽ മനസ്സിലാവും. ഫസ്റ്റ് ടൈം ബോംബെക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ല, ഇത്രയും വലിയൊരു നഗരം. എന്റെ ഒരു ധാരണ എനിക്കെല്ലാം അറിയാമെന്നായിരുന്നു. അതായത് എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം, ഞാൻ അവിടെ ചെന്നല്ല വേറെ ചില ഗൂഢപദ്ധതികളൊക്കെ മനസ്സിലിട്ടിട്ടാണ് അങ്ങനെ പോയത്. അപ്പോൾ പക്ഷേ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളിവിടെ കേൾക്കുന്ന ഹിന്ദി അല്ല അവിടുത്തെ ഹിന്ദി. കുറച്ചുകൂടി ടഫും പിന്നെ അതിൻ്റെ ഒരു സ്പീഡും നമുക്കത് പിടിക്കാൻ പറ്റുന്നില്ല. എല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ തിരിച്ച് റിപ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു അവകാശം വേണം. പിന്നെ നമ്മൾ സ്ലോ ആണ്. ഞാൻ പിന്നെ തിരിച്ച് സംസാരിക്കുമ്പോൾ ഈ മഹാഭാരതത്തിലൊക്കെ വരുന്ന അതുപോലത്തെ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. കാരണം അതല്ലേ ഇവിടെ കേട്ട് കൂടുതലായിട്ട് നമ്മൾ പരിചയം. അപ്പൊ അതൊരു ഭയങ്കര ബുക്കിഷ് ലാംഗ്വേജ് പോലെയാണ് വരുന്നത്. അപ്പൊ അവര് ചിരിക്കാൻ തുടങ്ങി, പഠിച്ചു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഹിന്ദി ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പറ്റും, പെട്ടെന്ന് മനസ്സിലാവും, നമുക്ക് പഠിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടുത്തെ ഈ കെട്ടിടം പണിക്കൊക്കെ വരുന്നവരോടൊക്കെ വീട്ടുടമസ്ഥരെല്ലാവരും ഹിന്ദി ഇപ്പൊ അറിഞ്ഞിട്ടാണോ അങ്ങ് സംസാരിച്ചു കൊടുക്കുന്നു. പിന്നെ പയ്യെ അതങ്ങ് ഇതാവുന്നു. പക്ഷെ അങ്ങനെ ഹിന്ദി പ്രോപ്പറായിട്ട് ഞാൻ പഠിച്ചു. ഹിന്ദി അവസാനം ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു, ഹിന്ദി ഡബ് ചെയ്തതെല്ലാം ചെയ്തു. ഹിന്ദി ഡബ് ചെയ്തു സിനിമയിൽ. അതിനൊക്കെ ഓരോ എക്സ്പീരിയൻസ് ഒന്ന് പറയോ? ഇത് ഈ ആക്ച്വലി എനിക്കൊരു അതിശയമായിട്ട് തോന്നുന്നു. കാര്യം എന്താണെന്നറിയാവോ, ഇപ്പൊ നമ്മൾ ഒരിടത്തോട്ട് ചെല്ലുമ്പോഴേ ഇതൊന്നും ചേട്ടൻ ഇങ്ങനെ അന്വേഷിച്ച് വരുമല്ല, ചേട്ടന്റെ കൂടെ അങ്ങ് കൂടുവാ. അതെ, അങ്ങനെ ഓരോന്നോരോ ഘട്ടത്തിൽ ഇങ്ങനെ വന്ന് അറിയാതെ വന്ന് ചേരുന്നതാണ്. സത്യം പറഞ്ഞപ്പോൾ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ ടോട്ടൽ ഒരു റൗണ്ട് എടുത്ത് ആരും അങ്ങനെ കലാരംഗത്ത് ഇല്ല. അപ്പൊ ആ 10ാം ക്ലാസ്സിലെത്തി നിൽക്കുന്ന സമയത്താണ് എൻ്റെ വീട് പെരുമ്പാവൂരാണെന്നുള്ള, അതിൻ്റെ അടുത്ത സ്ഥലമാണ് മൂവാറ്റുപുഴ. അപ്പോൾ അവിടെ ഇപ്പോൾ പെരുമ്പാവൂർ തന്നെ ജയറാമേട്ടനുണ്ട്. അപ്പോൾ ജയറാമേട്ടൻ്റെ പ്രോഗ്രാംസൊക്കെ അമ്പലത്തിലും അവിടെയൊക്കെ കാണുന്നതാണ്. പക്ഷെ അന്ന് ഇതിനോട് അങ്ങനെ ഒരു ഫാസിനേഷൻ തോന്നിയില്ല. ഫാസിനേഷൻ തോന്നുന്നത് മരിച്ചുപോയ നമ്മുടെ അബീക മൂവാറ്റുപുഴ അടുത്ത് തന്നെയാണ്. അപ്പോൾ അബീക്കയുടെ പ്രോഗ്രാം കാണുമ്പോഴാണ് ഇതിനോടൊരു ഭയങ്കര ഇഷ്ടം. ഇത് എന്തോ ഒരു ഭയങ്കര മാജിക്, ആൾക്കാർ കൂടുന്നു, ആളെ കാണാൻ സ്റ്റേജിൻ്റെ പുറകിലേക്ക് ആളുകൾ പോകുന്നു. പുള്ളി അവിടെ തന്നെ കോതമംഗലത്തെ ഒരു കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ആരാധന, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പുള്ളി ചെയ്യുന്നു. അതെ, അന്നത്തെ കാലത്ത് അതൊരു കൗതുകമായിരുന്നു. മറ്റേ വടക്കൻ വീരഗാഥയിലെ അതന്നെ പാത്തുമ്മ, പിന്നെ ഈ വടക്കൻ വീരഗാഥയിലെ മമ്മൂക്കയുടെ വേഷത്തിൽ വരുന്നു, അമിതാഭ് ബച്ചന്റെ ശബ്ദം ചെയ്യുന്നു, മാമുക്കോയുടെ ഇത് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ കണ്ട് ഭയങ്കര ഇത് എങ്ങനെയെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടി ചേർന്നിട്ട് ഈ ഓണാഘോഷ പരിപാടികളിലെ തുടക്കം നാട്ടിൻപുറത്ത് എപ്പോഴും അപ്പോൾ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവില്ല, മോണാക്ട് മിമിക്രി എന്നൊക്കെ, അതിന് കയറുന്നു, ഭയങ്കര നിർത്താതെ കൂവല് മേടിച്ചിറങ്ങുന്നു. അപ്പം അങ്ങനെ പയ്യെ ചെയ്ത് അല്ല അവിടെ ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ആർട്ടിസ്റ്റിനെ അനുകരിച്ച് നമ്മുടെ ശബ്ദത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടുകാരാണല്ലോ നിൽക്കുന്നത്. എടാ നിനക്കൊന്നും വേറെ പണിയിൽ ഇറങ്ങി പോടാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ അവിടെ നിന്ന് പരമാവധി നിരുത്സാഹപ്പെടുത്തില്ല. അവർ ഭയങ്കരമായിട്ട് കളിയാക്കുമല്ലോ. അപ്പോൾ പിന്നെയാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്, ഇവരുടെ ഈ കാസറ്റ് അന്ന് VHS കാസറ്റ് അത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ, ഒരാളുടെ വീട്ടിലുള്ളൂ നാട്ടിലത് ആ VHS. അപ്പോൾ അയാളെ സോപ്പിട്ട് അയാളുടെ വീട്ടിൽ ചെന്ന് പിന്നെ ഇത് ഇട്ടിട്ട് അപ്പോൾ ഇങ്ങനെ യൂണിഫോമായിട്ട് നിരന്ന് പ്രോഗ്രാം അത് കണ്ട് അത് റിവൈൻഡ് ചെയ്ത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കി ഒരു പ്രാക്ടീസിന് ശേഷം പിന്നെ വീണ്ടും പോകുന്നു. അങ്ങനെ ചെയ്ത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരുന്നു. ശബ്ദം മാറ്റിയെടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ ശക്തി പറഞ്ഞ ബാഡ് ത്രോട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരു ചെറുതായിട്ട് ഞങ്ങൾ വിചാരിച്ചു തൊണ്ടവേനയാണ് അന്നേരം അത്രയും പെർഫെക്ഷന്റെ അല്ല, പിന്നെ സൗണ്ട് ഇങ്ങനെ അടയുന്ന പോലെ അല്ല, അതായത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ശബ്ദത്തിൽ നിന്ന് മാറ്റി സംസാരിച്ചാൽ പോരെ. അപ്പോൾ കുറെ ആക്ടേഴ്സിന്റെ ഒക്കെ ശബ്ദം എടുക്കായിരുന്നു. അപ്പൊ ജനാർദ്ദനൻ സാറിന്റെ ശബ്ദം എടുക്കായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ശബ്ദം, ഹലോ തോമ അച്ഛനാഥോ, ഞാൻ ഔസേപ്പ് അച്ഛനാഥ്, സാറുംപാറ് 2 രൂപകളൊക്കെ ആയിട്ട് വീടിന്റെ മകളിലോട്ട് കയറി പോയിട്ടുണ്ട്. അല്ല, അങ്ങനെയായിരുന്നു ആ സമയത്ത് അനുകരിച്ചു തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം മാറി കുറെ കഴിഞ്ഞപ്പോ അങ്ങനെ വന്നു. തൊണ്ട ക്രാക്കായതുകൊണ്ടാണ് ഞാൻ സോറി. പക്ഷെ എന്തായാലും കേൾക്കാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാട്ടോ. ഇത് ശരിക്കും നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു മിമിക്രി മേഖലയാണ്. അപ്പൊ ഇതേപോലെ ശബ്ദമാക്കിയെടുക്കാനും അതിനൊക്കെ ഒരു ട്രെയിനിങ് അങ്ങനെയൊക്കെ വേണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ വേണം. അങ്ങനെയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അറിയില്ല ഇത്. പക്ഷെ നമ്മൾ സ്വയം തന്നെ അങ്ങ് പഠിക്കുക. എല്ലാം സ്വയം സെൽഫ് ലേണിംഗ് ആണ് കൂടുതൽ. ഇപ്പൊ ആക്ടിങ് എന്നോട് ഒത്തിരി പേര് ഫിലിം കണ്ടിട്ട് ചോദിക്കും, സ്കൂൾ ഓഫ് ഡ്രാമയാണോ, മറ്റേ ഡ്രാമ സ്കൂളിൽ പോയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ചോദിക്കും. അപ്പൊ നമ്മുടെ എൻ്റെ ലൈഫ് തന്നെയാണ് സ്കൂൾ ഓഫ് ഡ്രാമ. ഞാനിങ്ങനെ പല സ്ഥലത്ത്
സ്ഥലത്തേക്കിടെ അലഞ്ഞിരിഞ്ഞ് നടന്ന് അതും ഇതൊക്കെ കണ്ട് പഠിച്ച് അങ്ങനെയൊക്കെ ഇതിലേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നതും അത് തന്നെയായിരിക്കും അല്ലേ? ആയിരിക്കും, അതെ. അല്ലാതെ പഠിച്ചു വന്നാൽ ചിലപ്പോൾ ഇത്രയും പെർഫെക്ഷനോടുകൂടി നമ്മൾ ചെയ്യത്തില്ലായിരിക്കും. അതെ. അപ്പൊ ഈ അഭിനയിക്കാൻ ചെല്ലുമ്പം അറിയാലോ, എത്ര മനസ്സിനകത്ത് അത്രയും കൊതിയും കാര്യങ്ങളും നമുക്ക് ഫിലിമിൽ ചെയ്യണം, ആ നമ്മുടെ പെർഫോമൻസ് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞൊരു ആഗ്രഹവും കൊതിയും എല്ലാം ഉണ്ട് അതിനകത്ത് ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ, അത് ഹൂഎവർ ഇറ്റ് ഈസ്. ഇപ്പം ചേട്ടൻ എന്താ വെച്ചാൽ ഒരു പോസ്റ്റ് ഉണ്ട് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ വരുന്നവരെ കാസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസം തോന്നാറുണ്ടോ വിത്ത് സെൽഫ് എക്സ്പീരിയൻസ്? അതിലേക്ക് എത്തുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമാഭിനയം തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ചേർന്നിട്ട് പരസ്യ ചിത്ര സംവിധാനം തുടങ്ങി. അപ്പോൾ പരസ്യ ചിത്രങ്ങളിൽ ആ സമയത്ത് ഞാൻ പറഞ്ഞ 2000-ൻ്റെ തുടക്കങ്ങളിൽ കൂടുതൽ അഭിനയിക്കുന്നത് മുഴുവൻ ഈ ബോംബെ മോഡൽസ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ പരസ്യത്തിലും. അത് മാറിയത് ഒരു 2010 ശേഷമാണ് അത് നമ്മുടെ നാട്ടിലുള്ളവരും അഭിനയിക്കുന്നത്. കൂടുതലും ബോംബെ, ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ ഇവിടെ നിന്നുള്ള മോഡൽസ് ആയിരുന്നു ഈ പരസ്യങ്ങളുടെ മുഴുവൻ. അപ്പം എനിക്ക് ബോംബെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഈ ഞങ്ങൾ ചെയ്യുന്ന പരസ്യങ്ങളിലേക്കെല്ലാം ഈ ബോംബെ മോഡൽസിന് ഞാൻ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം എനിക്ക് അവിടുത്തെ പരസ്യങ്ങളിൽ അറിയുന്ന ആൾക്കാർ അതിൽ അഭിനയിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പിന്നെ കൂടുതൽ ആവശ്യങ്ങൾ വന്നപ്പോൾ അവിടെ പോയിട്ട് അവരെ ഓഡീഷൻ ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടൊക്കെ വരും. അപ്പോൾ ഈ ഒരു പ്രക്രിയ എനിക്ക് ഉള്ളതായിട്ട് വിനീത് ശ്രീനിവാസിന് അറിയാമായിരുന്നു. അപ്പം ഞങ്ങൾ തട്ടത്തിന് മറയത്ത് പറഞ്ഞ സിനിമ അഭിനയിക്കുന്ന സമയത്ത് വിനീതാണ് എന്നോട് പറയുന്നത്, അടുത്തൊരു ഫിലിം ഞാൻ പ്ലാൻ ചെയ്യുന്നതിൽ എനിക്ക് കാസ്റ്റിങ്ങിന് ചേട്ടന് ഹെൽപ്പ് ചെയ്യുമോ, കാരണം ഇങ്ങനെ ആഡ്സിനൊക്കെ വേണ്ടി കാസ്റ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഞാൻ പറയും എനിക്ക് അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എനിക്കറിയില്ല, ഞാനിപ്പോൾ അഭിനയിക്കാൻ പറ്റും, പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന പരസ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആളുകളെ കാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ബോംബെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞു എക്സാക്ട്ലി എനിക്ക് അതാണ് വേണ്ടത്, എനിക്ക് വേണ്ടത് പുറത്തുള്ള ആളുകളെയാണ്, അതായത് ബോംബെ, ചെന്നൈ, ബാംഗ്ലൂരുള്ള ആളുകളെയാണ് എനിക്ക് വേണ്ടത്. അനിയനെ ലോഞ്ച് ചെയ്യാണ്, ധ്യാനിനെ, അപ്പോൾ ശോഭന മാം ഉണ്ട്, ബാക്കിയുള്ള എല്ലാവരും എൻറ്റയർലി ഇതുവരെ കാണാത്ത ആൾക്കാർ മതി. അതിലും ഹിന്ദി സംസാരിക്കുന്നവർ വേണം, തമിഴ് സംസാരിക്കുന്നവർ വേണം, കന്നഡ സംസാരിക്കുന്നവർ വേണം. അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഒരു ചലഞ്ചായിട്ട് തന്നെ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തു. അങ്ങനെയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള പേര് വീഴുന്നത്. ഞാനത് ഒരു 2-3 വർഷം ചെയ്തോളൂ, അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം ഞാനില്ല കാസ്റ്റിംഗിലില്ല. അല്ല, അതൊരു വലിയ റെസ്പോൺസിബിൾ ജോബാണ്. എനിക്ക് ഈ ആക്ടിങ്ങും ഇതെല്ലാം കൂടി നടക്കുന്നില്ല, ഇനി ചെയ്യുന്നില്ല. ഇല്ല. ഇപ്പൊ നല്ല കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഇഷ്ടം പോലെ മലയാളത്തിലുണ്ട്. അഭിനയം എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ ഇതേപോലെ തന്നെ അഭിനയം ഈ മിമിക്രി പറഞ്ഞല്ലോ, മിമിക്രി അത് പോണാക്ട് വന്നപ്പോൾ അങ്ങനെ ബോംബെയിൽ ഇതുപോലെ ഒരു വേദിയിൽ മിമിക്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു നാടക ട്രൂപ്പിൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഹ്യൂമറൊക്കെ കൈകാര്യം ചെയ്യുന്നു. അപ്പം നമ്മുടെ പടത്തിൽ ഈ നാടകത്തിലൊരു ഹ്യൂമർ ക്യാരക്ടർ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ നാടകം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ കുറേ കാലം അങ്ങനെ നാടകം ചെയ്യുന്നു. അങ്ങനെ ഈ നാടകവും മിമിക്രിയൊക്കെ ആയിട്ട് ഈ കമ്പയറിങ്ങും എല്ലാം ആയിട്ട് നടക്കുന്ന സമയത്താണ് ഈ ഡബ്ബിങ്ങിലേക്ക് പോകുന്നത്, വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഡബ്ബിങ്ങിൽ നിന്നും കുറേ കാലം കഴിഞ്ഞ് ആക്ടിങ്ങിൽ നിന്നപ്പോൾ 2 പേര് ചോദിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് സിനിമയിൽ ട്രൈ ചെയ്യുന്നത്. ആക്ടിങ്ങിൽ അങ്ങനെ ആരും വിളിച്ചതല്ല, നമ്മൾ തന്നെ അന്വേഷിച്ച് പോയതാണ്. അന്വേഷിച്ച് കുറേ കാലം നടന്നു. തിരിച്ച് വീണ്ടും ബോംബെക്ക് പോയി, വീണ്ടും പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ അവിടെ വെച്ചിട്ട് തന്നെ ബോംബെയിൽ തന്നെ ഹെൽപ്പ് വന്നു. അയാൾ പറഞ്ഞു, എൻ്റെ സുഹൃത്താണ് ഡയറക്ടർ ലാൽ ജോസ്, ഞാൻ അദ്ദേഹത്തിനോട് പറയാം, നിങ്ങളുടെ സ്റ്റേജിലെ പ്രോഗ്രാംസ് കണ്ടു, നല്ല ടാലൻറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, കുറേ ശ്രമിച്ചു, പല വഴിക്കും ശ്രമിച്ചു, പല രൂപത്തിലും ഭാവത്തിലും ശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ തിരിച്ചു വന്ന് വീണ്ടും ജോലി ചെയ്ത് ജീവിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, വലിയ താമസമില്ലാതെ ഉടനെ തന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പുള്ളി ഇതേപോലെ തന്നെ നമ്മളൊന്ന് വീക്ഷിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇനി എൻ്റെ ഒരു സിനിമ കഴിഞ്ഞുള്ളൂ, അപ്പോൾ ഇനി അടുത്ത സിനിമ എപ്പോഴാണെന്ന് എനിക്കറിയില്ല, അടുത്ത സിനിമ എടുക്കുന്ന സമയത്ത് എന്തായാലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു അവസരം തരാം. ഇപ്പം നിങ്ങളെ മെയിനാക്കിയിട്ട് എനിക്ക് സിനിമ പിടിക്കാൻ പറ്റില്ല. 2 നിങ്ങൾക്ക് ബോംബെയിൽ നല്ല ജോലിയും അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകുന്നു. ഇവിടെ സിനിമയിൽ വന്ന് നിങ്ങൾ അഭിനയിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് സിനിമ കിട്ടുമോ എന്നറിയില്ല, വരുമാനം എന്ത് കിട്ടുമെന്നറിയില്ല, നിങ്ങൾക്ക് തന്നെ പ്രോപ്പറായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അവൻ പറഞ്ഞത് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിരാശനാവണ്ട, എൻ്റെ അടുത്തൊരു ഫിലിം നടക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു പാർട്ടിസിപ്പേഷൻ ചെറുതായിട്ട് തരാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ചു പോയി. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ പുതിയ ഫിലിമിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് അറിയുമ്പോൾ നമ്മൾ വീണ്ടും കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ നിങ്ങളത് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം ഞാനും കൂടി ഒരുമിച്ചാണ് വരുന്നത്, ഒരുമിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അവസരം തന്നു. മീശമാധവൻ എന്ന് പറയുന്ന ഫിലിമായിരുന്നു, അതാണ് ഫസ്റ്റ് ഫിലിം. അപ്പോൾ അതിൽ ദിലീപ് ഞങ്ങൾ വന്നിട്ട് കളി കാണിക്കുന്ന സീനായിരുന്നു ചേട്ടന്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഈ പടത്തിൽ നിങ്ങളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ റോളാണ്, കുറച്ച് ദിവസം ഉണ്ടാവും, ഇങ്ങനെ കൂടെയൊക്കെ നിന്ന് അപ്പോൾ ഫിലിം എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് കണ്ടു പഠിക്കാൻ പറ്റും.
അത് കറക്റ്റായിരുന്നു, കറക്റ്റ് അഡ്വൈസാണ് തന്നത്. അപ്പോൾ ആ പടം കഴിഞ്ഞിട്ട് ഞാനിവിടെ തന്നെ നിന്നു. മറ്റേ ഫ്രണ്ട് തിരിച്ച് ബോംബെക്ക് പോയി. ആളെപ്പോഴും ബോംബെയിലുണ്ട്, കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ജീവിക്കുന്നു. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ബോംബെക്ക് പോയത് ഫിലിം അഭിനയിക്കാൻ അങ്ങനെ തന്നെയല്ല. ബോംബെയിൽ ജോബ് ആയിട്ട് തന്നെ പോയതാ. ഓ അത് ശരി. ഇപ്പൊ ഇത്രയും ലൈഫിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ആരായിരിക്കും? ഇപ്പൊ ഇത്രയും നമ്മള് ബോംബെ പോയി, നമ്മളെ പ്രതീക്ഷകളാണല്ലോ, അപ്പൊ ഒന്നും നമ്മുടെ കയ്യിലൊന്നുമില്ല, വി ആർ ടോട്ടലി ബ്ലാങ്ക്. പക്ഷെ നമുക്ക് ഇത്രയും എത്താൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ലെവൽ സെൽഫ് ആണോ അതോ സെൽഫ് ഇൻഫ്ലുവൻസ് ആണ് കൂടുതൽ. ഈ പറഞ്ഞ ഈ അബിക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഈ സോമൻ പറഞ്ഞ പോലെ പലരും ഓരോരോ ഘട്ടത്തിൽ നമ്മളെ ബൂസ്റ്റ് ചെയ്ത് വിട്ടു. ഇപ്പൊ സിനിമയിലേക്ക് എൻ്റർ ചെയ്യുന്ന ആള് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ശരിക്കും അദ്ദേഹം ഏറ്റവും കൂടുതലൊന്ന് കൈപിടിച്ചു ഈ ഫ്രണ്ട്. ഇപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തതിൽ ഏറ്റവും ഒരു നമ്മുടെ ബ്രേക്ക് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഇല്ല. എപ്പോഴും പറയുമല്ലോ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം എന്ന് പറഞ്ഞ മാതിരി ഇനി വരാനുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ എപ്പോഴും പറയും. അങ്ങനെയല്ല, കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ ലുക്കാ ചുപ്പി എന്ന് പറയുന്ന ഒരു പടത്തിലെ ഒരു ബെന്നി എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ഉണ്ട്. പിന്നെ 1983 ഒരു ക്യാരക്ടർ ഉണ്ട്. അതുപോലെ അങ്ങനത്തെ കുറേ ഫിലിംസ് ഉണ്ട്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, പുള്ളിപ്പുള്ളി ആട്ടിൻകുട്ടിയും, അങ്ങനത്തെ കുറേ ഫിലിംസ് ഇങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടും. ഞാൻ പിന്നെ ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ സിനിമയിലേക്ക് വന്നു. ആരെ അഭിനയിക്കാൻ വിളിച്ചത് ഞാനൊരു അതിന് കൃത്യം ഇപ്പോഴത്തെ പിള്ളേരെ കുറച്ച് റൂട്ടഡ് ആണ്. എനിക്ക് ഇന്ന കഥാപാത്രങ്ങൾ ചെയ്യണം, ഞാൻ ഇന്നതേ ചെയ്യൂ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇങ്ങനെ മുന്നേറാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ വന്ന ആളാണല്ലോ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അപ്പോൾ സിനിമയിൽ തുടക്കം കഴിഞ്ഞപ്പോൾ കുറച്ചൊരു അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഡബ്ബിങ് വീണ്ടും ഇവിടെ ചെയ്തു. ഒത്തിരി സിനിമകളിൽ ഡബ് ചെയ്തു, ഒത്തിരി സിനിമ നടന്മാർക്ക് വേണ്ടി ഡബ് ചെയ്തു. ഇപ്പം നരേൻ്റെ ആദ്യകാലത്ത് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിളൊക്കെ ഞാനാണ് ഡബ് ചെയ്തത്. അതുപോലെ ഞാൻ സൈജു കുറുപ്പിന് വേണ്ടി സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ട്, നിഷാന്ത് സാഗറിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്, ഞാൻ വിനീത് കുമാറിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെമ്പ വിനോദ് ജോസിന് വേണ്ടി ഡബ് ചെയ്തിട്ടൊക്കെ അവർക്ക് വേണ്ടി പല സിനിമകളിലും എൻ്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ നിരവധി അനവധി വില്ലന്മാർ ഹിന്ദിയിൽ നിന്ന് വരുന്നവർ. അപ്പൊ ഹിന്ദി ഭാഷ സംസാരിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കും ഉടനെ. ഹിന്ദിയിൽ നിന്ന് വന്നതിലിപ്പോ ഫസ്റ്റ് ആമേൻ ഫിലിം കണ്ടിട്ടില്ല, അതിൽ വില്ലനായിട്ട് വരുന്നില്ല, മുടിയൊക്കെയുള്ള ഒരു കക്ഷി പോത്ത് ബാൻഡ് വായിക്കുന്നത്. പുള്ളിയുടെ പേര് മകരൻ ദേശ്പാണ്ഡെ എന്നാണ്. അല്ല, പുള്ളി തന്നെ പുലിമുരുകനിലും ഉണ്ട് വില്ലനായിട്ട്, പുള്ളി തന്നെ 2 കൺട്രീസിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഫിലിംസിലെല്ലാം പുള്ളി വരുമ്പോൾ ഞാൻ ഡബ് ചെയ്യും. പക്ഷെ അത് പുള്ളിക്ക് വേണ്ടി മലയാളത്തിലാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പുള്ളി ഹിന്ദിക്കാരനാണ്, അപ്പൊ മലയാളം ഭാഷ അറിയില്ലാത്തത് കൊണ്ട് അങ്ങനെ വരുന്നത്. അല്ല അത് വേണ്ടി മാത്രം. അല്ല അത് പുള്ളി ആമേനില് പുള്ളി മലയാളിയായിട്ട് തന്നെയാണ്. ഈ പുലിമുരുക്കനിൽ പുള്ളി ഒരു തമിഴ് കാട്ടിലെ ചന്ദനമൊക്കെ കടത്തുന്ന ആളായിട്ടാണ്, മറ്റേ വീരപ്പന്റെ ഗെറ്റപ്പിലാണ്. അപ്പൊ അതില് തമിഴ് കലർന്ന രീതിയിലാണ് സംസാരിച്ചത്. ഡാഡി ഇവനെ വിട്ട് കളയരുത്, ഇങ്ങനെ ചേർത്ത് പിടിക്കണം, ലക്ഷത്തിലൊരു പീസായി കാണുമെന്ന് ലാലേട്ടനെ കുറിച്ച് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതില്. മറ്റേല് ഒരു ഷാപ്പിൽ കയറി വന്നിട്ട് ഇയാളൊരു കുപ്പിയൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് ആ കുപ്പിച്ചിലൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഈ ആമീനില്. അപ്പൊ തീരതേ ഒരു കുപ്പി കള്ളിങ് എടുത്തേന്ന് പറയും. പുള്ളി മൊത്തത്തിൽ ഒരു ഹാലോസിനേഷൻ മോഡാണ് അതിൽ. അപ്പൊ പുള്ളി ഒരു എപ്പോഴും അടിച്ചു ഫിറ്റായ പോലത്തെ ഒരു രീതിയിലുള്ള സംഭാഷണമാണ് അതിൽ പിടിച്ചത്. അപ്പോൾ പുള്ളി ഒരു ഗംഭീര തിയേറ്റർ ആക്ടറാണ്. അപ്പോൾ മലയാളം പറയുന്ന പിടിച്ച 1 2 3 4 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൽ നമുക്ക് കറക്റ്റായിട്ട് ആ റിതം മീറ്റർ കിട്ടും, അത് നമുക്ക് ഡബ് ചെയ്യാം. ഈ ഒരുപാട് പേർക്ക് ഡബ് ചെയ്യുമ്പോഴേ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ക്യാരക്ടർ ഡബ് ചെയ്യുമ്പോൾ അതിന്റെ ചേഞ്ചോ അല്ലെങ്കിൽ വോയിസ് ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും വരില്ലേ? ഉറപ്പായിട്ടും വരും. അപ്പൊ നമ്മൾ വേറെ ക്യാരക്ടേഴ്സിനെ ഡബ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ മാനറിസംസും നോട്ട് ചെയ്യും. അപ്പൊ ആ രീതിയിലേക്ക് ആക്കി മാറ്റാൻ ശ്രമിക്കും വോയിസിൽ. അപ്പൊ ഓട്ടോമാറ്റിക് ചെറിയ ചെറിയ ചേഞ്ചസ് ഓറുകൾ, പിന്നെ എനിക്ക് വേണം മിമിക്രി കൂടി വശമുള്ളതുകൊണ്ടാവാം ചെറിയ ചേഞ്ചസ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ അതിന്റെ സോൾ എപ്പോഴും നമ്മൾ തന്നെയായിരിക്കും. പക്ഷെ ആ ക്യാരക്ടറിലൂടെ നമ്മൾ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അയാളായിട്ട് തോന്നും. ഈ ശരിക്കും ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് റെസ്പോൺസിബിലിറ്റി കൂടിയിട്ട് മാറ്റിയതാണോ അതോ അതൊരു ഡിഫിക്കൽട്ട് ആണോ മാറിയതാണോ? റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. പിന്നെ ഞാൻ എന്റെ ഫോക്കസ് മാറിപ്പോകുന്ന തോന്നി. ഞാൻ പിന്നെ ഫുൾ ടൈം അതിൽ തന്നെ ആയി പോകുന്നുള്ളൊരു പലരും വിളിക്കാൻ തുടങ്ങി, ആ പടമുണ്ട് ഈ പടമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ സമയത്ത് അഭിനയിക്കാനുള്ള അസൈൻമെന്റ്സ് പോകാൻ പറ്റില്ല. കാരണം ഓരോ ഡയറക്ടറോട് കമ്മിറ്റ് ചെയ്താൽ നമ്മൾ അത്രയും ഓപ്ഷൻസ് ആ സമയത്ത് അവർക്ക് കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നടക്കണം. അല്ല ഈ ശരിക്കും പറഞ്ഞാലേ ഇപ്പം ഒത്തിരി പേര് വരുമല്ലോ ഈ കാസ്റ്റിംഗ് ഡയറക്ടറിന്റെ അടുത്തേക്ക്. അപ്പൊ നമുക്ക് ഈ ഒഴിവാക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും, ഒഴിവാക്കേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അത് ബീയിങ് ആൻ ആക്ടറായിട്ട് നിൽക്കുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം നമ്മുടെ സുഹൃത്തുക്കളും അഭിനയിക്കാൻ വേണ്ടി ചെന്നിട്ട് നമ്മുടെ ഉള്ളിലെ മോഹം അതേപോലെ ചേട്ടന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കും നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അങ്ങനത്തെ ഒത്തിരി വരുന്ന ആൾക്കാർ ഞാൻ ഇപ്പോഴും ഫോൺ ചെയ്യാറുണ്ട്. ഇപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ ഗൈഡ് ലൈൻ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ തന്നെ ആളുകളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്, നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുക. അപ്പോൾ പലരും വിളിക്കുക കാസ്റ്റിംഗ് കോളിന് പോയിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കോൾ തട്ടിപ്പായിരുന്നു, പൈസ ചോദിച്ചു, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്, ജെന്യൂൻ ആയിട്ടുള്ളതുമുണ്ട്. അപ്പോൾ ഈ മിക്കവാറും ഈ പടങ്ങളുടെയൊക്കെ ഒരു
സെക്കൻഡറി അല്ലെങ്കിൽ തേർഡ് ലെയർ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും ഈ കാസ്റ്റിംഗ് കോൾ ഇടുക എപ്പോഴും. ഒരിക്കലും ഒരു മേജർ കാസ്റ്റിങ്ങിനൊക്കെ വളരെ ചുരുക്കമായിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അതൊക്കെ അല്ലാണ്ട് തന്നെ തീരുമാനിക്കപ്പെടുന്നതാണ്. അപ്പോൾ പക്ഷേ ഈ ഇത്രയും ആഗ്രഹമുള്ള ഒത്തിരി, ഇപ്പോൾ നമ്മളൊരു 100 പേരോട് നിരത്തി നിർത്തി അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ 99 പേർക്കും താല്പര്യം ഉണ്ടാവും. ഒരാളായിരിക്കും ചിലപ്പോൾ താല്പര്യമില്ല എന്ന് പറയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലാണ് ഇപ്പോൾ നമ്മളെ ഫിലിമിൻ്റെ ഷൂട്ടിങ്, അവിടുത്തെ ഡോക്ടറിനും നഴ്സിനും അഭിനയിക്കണം. നമ്മൾ പോലീസ് സ്റ്റേഷനിലാണ് ഷൂട്ടിങ്, SIക്കും CIക്കും അഭിനയിക്കണം. നമ്മൾ സെക്രട്ടേറിയറ്റിലാണ് ഷൂട്ടിങ്, മന്ത്രിക്കും അഭിനയിക്കണം, MLAക്കും അഭിനയിക്കണം. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അഭിനയിക്കണം. ഇവരിൽ പലരും നന്നായിട്ട് അഭിനയിക്കുന്നവരുണ്ട്. സത്യം. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ പോലെ ഭയങ്കര ഗംഭീരമായ മറ്റേ ഡയലോഗുകൾ ബൈഹാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ശിവാജി ഗണേശൻ ആ സാറിന് അങ്ങനത്തെ അത് മാറിയില്ല. ഇപ്പം നമ്മൾ ബിഹേവിങ് പാറ്റേണിലേക്കായി. അപ്പോൾ ഇങ്ങനത്തെ അഭിനയം മതി, പിന്നെ അത്യാവശ്യം അഭിനയിക്കാറിയെങ്കിൽ പിടിച്ചു നിൽക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ശക്തമായ കോമ്പറ്റീഷൻ നേരിടുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ അഭിനയിക്കാൻ. ഞാൻ നാളെ ഒരു പടത്തിൽ അഭിനയിക്കാൻ ചെല്ലുക എന്ന് പറഞ്ഞാൽ 50 പേര് അവിടെ നിൽക്കുന്നുണ്ടാവും. സത്യം. തീർച്ചയായിട്ടും ഒരു പിടി മേളിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ റോളുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാലത്ത്. നമ്മൾ തന്നെ ഇപ്പോൾ എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ പലരെയും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ വേണ്ടി വരും. കാരണം നമ്മളോട് ഇഷ്ടമുള്ള, നമ്മളെ താല്പര്യമില്ല, അല്ലെങ്കിൽ ചില ഡയറക്ടേഴ്സ് മാത്രം ഇത് ഈ ക്യാരക്ടർ ഇന്നാൾ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ കാസ്റ്റിങ്ങിൽ എപ്പോഴും അങ്ങനെ ചിന്തിക്കുക. ഈ നമ്മുടെ ലിസ്റ്റ് കിട്ടുമ്പോൾ ഈ കഥാപാത്രം ഇങ്ങനെ ഒരാളെ ചെയ്താൽ നന്നാവും, ഒരു രക്ഷയില്ലാണ്ട് വന്നാൽ മാത്രമാണ് ഇങ്ങനെ ഒരാളെ കൊണ്ട് ഇത് ചെയ്യിക്കാം എന്ന് തീരുമാനിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ആപ്റ്റായിട്ടുള്ള ആളുകളെ എടുക്കുക. അപ്പോൾ ആപ്റ്റായിട്ടുള്ള ആളുകളെ എടുക്കുമ്പോൾ ഈ പറഞ്ഞ ചിലപ്പോൾ സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതും എന്നെ കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ബീങ് ആൻ ആക്ടർ ഞാനിതിൽ കാസ്റ്റിംഗിൽ നിന്നാൽ ശരിയാവില്ല. അതെ, സത്യം. നമുക്ക് പലരോടും നോ പറയണം, ദേഷ്യം പിടിക്കണം, അതൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിച്ചു. കാരണം അത് ഇതിലില്ലാത്ത ഒരാൾ ചെയ്യുന്നതാണ് നല്ലത്. എപ്പോഴും കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടിരുന്ന അപ്പോൾ അയാൾക്ക് പക്ഷപാതപരമായിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് അറിയാവുന്ന കൊണ്ട് പിന്നെ എല്ലാരും തൃപ്തിപ്പെടുത്താനും പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു ഈ മേഖലയുടെ ഒരു കുഴപ്പം. അതാണ്. എന്തായാലും ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? എന്തായാലും ചേട്ടൻ വന്ന നേരം തൊട്ട് എന്നോട് ഒരു സ്പെഷ്യൽ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും ഒന്ന് സെർവ് ചെയ്താലോ? ഉറപ്പായിട്ടും. കാരണം നമ്മൾ സംസാരിച്ച് ഇങ്ങനെ പോവാ. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയത്. പക്ഷെ പ്രേക്ഷകരുടെ വിശേഷം അറിയണമല്ലോ, പ്രേക്ഷകർക്ക് വിശേഷങ്ങൾ അറിയണ്ടേ? അപ്പൊ എന്റെ കൂടെ എന്റെ സ്പെഷ്യലും. ഓക്കെ. ഇതാണ് ഞാൻ ചെയ്ത സ്പെഷ്യൽ സാധനം. ഇത് കേക്കല്ല, ദിസ് ഈസ് അതിശയപ്പത്തിരി. കണ്ടിട്ട് തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നു. അതിശയപ്പത്തിരി കണ്ടോ, ലെയർ ആയിട്ടായിരിക്കും. അപ്പൊ എന്താ ഞാൻ ഒന്ന് പറഞ്ഞു എടുക്കട്ടെ? എടുത്തോളൂ. ഇതെടുത്ത് നോക്കൂ, ഇങ്ങനെ കേക്ക് പോലെ എടുത്തു നോക്കൂ. കേക്ക് പോലെ ഇങ്ങനെ പിടിക്കാം അല്ലേ? ഫുൾ ഫില്ലിംഗ് ആണത്. അതെ. സ്നാക്കാണ്, ഒരു മീലാവാം, സ്നാക്കല്ലത് ഹെവിയാണ്. ഹെവിയാണ്. കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഫുള്ളാവും. കറക്റ്റ് ആണ്. ഒരു നാടൻ ലസാനിയ എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഇത് മലബാറിലുണ്ട്. നോമ്പ് തുറക്കാനൊക്കെ അവരെടുക്കുന്ന ഒരു. ഞാനത് കഴിച്ചിട്ടുണ്ടെന്ന്, പക്ഷെ ഇത്രയും തിക്കായിട്ട് ഇങ്ങനെ കഴിച്ചിട്ടില്ല. ഞങ്ങൾ നിറവോടെ കൊടുക്കാറുള്ളൂ. ഞങ്ങൾ കച്ചവടത്തിനല്ല, ഞങ്ങൾ വരുന്ന ഗസ്റ്റിന് നിറവോടെ കൊടുക്കും. ഇത് മലബാർ ഡിഷാണ്. ചിക്കൻ ഉണ്ട്, മുട്ട, ചിക്കൻ ഉണ്ട്, പിന്നെ മൈദാ ദോശയുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ. ലെയറിങ്ങിന് മാത്രം മൈദാ ദോശ. പിന്നെ ഇത് ബൈൻഡ് ചെയ്യാൻ മുട്ട. അതാണ് മുട്ടയുടെ ഒരു ടേസ്റ്റും വന്നു. അതെ, ഇത്രേ ഉള്ളൂ സംഭവം. ബോംബെയിലുള്ള ഫുഡുകൾ എങ്ങനെയാണ് ചേട്ടാ? ബോംബെയിലുള്ള ഫുഡുകൾ എന്ന് പറയുമ്പോ ദാൽ ചാവൽ റൊട്ടിയൊക്കെ കോമൺ ആണ്. ബോംബെ എന്ന് പറയുമ്പോൾ ശരിക്കും മഹാരാഷ്ട്ര. അപ്പം അവിടുത്തെ ഫുഡുകൾ മഹാരാഷ്ട്രീയൻ ഫുഡ്. പക്ഷെ നമ്മൾ ബോംബെ പോകുമ്പോൾ കാണുന്നത് എല്ലാ സ്റ്റേറ്റിലെ ഫുഡും അവിടെ ഉണ്ട്. അപ്പോൾ മഹാരാഷ്ട്രീയൻ ഫുഡിൽ ഡാൽ ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പും ചോറും കോമൺ ആയിട്ടുള്ള സാധനം. പിന്നെ പോളി ബാജി, അതായത് ചപ്പാത്തിയും ബാജിയും, നമ്മുടെ മസാല. അതെ. അപ്പൊ ഈ നമ്മൾ ചപ്പാത്തി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ചെറിയ സൈസിൽ പോളി എന്ന് പറഞ്ഞിട്ട് പോളി ബാജി എന്നാണ് അതിന് പറയാം. അപ്പൊ അതിൽ പലതരം ഈ ചീര കൊണ്ടുള്ളതും പാലക്ക, അങ്ങനെ പല പല സാധനങ്ങളും ഉണ്ട്. ആ റൊട്ടിയും കൂടി ചേർത്തിട്ട് കഴിക്കും. അങ്ങനെ പിന്നെ അവിടെ ഒരു ഉസൽ പാവ് ഉണ്ട്, മിസൽ പാവ് ഉണ്ട്, പാവ് ഭാജി വേറെ,
പാവഭാജി കുറച്ചും കൂടി ഒരു ഐ തിങ്ക് ഇറ്റ്സ് ഗുജറാത്തി കൈൻഡ് ഓഫ് ഡിഷാണ്. വടാപ്പാവാണ് ഇവരുടെ. വടാപാവ് കറക്റ്റ്. അപ്പൊ നമ്മുടെ ബർഗറിന്റെ നാടൻ രൂപം. അതെ, വടാപാവ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂരി ഭാജിയുടെ ആ ഒരു സോളിഡ് ഫോം ആണോ? അല്ലല്ല, അതിനെ വറുത്തെടുക്കുന്നേ അല്ല. വട നമ്മുടെ ഇപ്പൊ ഇവിടെ കിട്ടുന്ന നമ്മുടെ മസാല വട എന്നൊക്കെ പറയില്ല, ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ മസാല ദോശ ഉള്ളി അത് വെച്ചിട്ട് പുറമെ മൈദ കോട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കുന്നു. ഈ പാവെന്ന് പറയുന്ന ബ്രെഡ് പീസ് രണ്ടായിട്ട് അതിങ്ങനെ പൊളിച്ചതിന് ശേഷം ലസൂൺ ചട്നി, അതായത് വെളുത്തുള്ളിയും മറ്റേ മുളകും കൂടി ചേർത്തിട്ട് ചുവന്ന കളർ ഉണ്ടാവും, അതിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നു. അതിനുശേഷം ഇവിടെ ഇങ്ങനെ വെക്കുന്നു. മുളക് ഒരെണ്ണം, പച്ചമുളക് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ടാവും. ഇതിങ്ങനെ അടച്ചു പിടിച്ചിട്ട് കടിക്കുന്നു, മുളക് കൂടി ചേർത്ത് കടിക്കുന്നു. ശുഭം. ഒരെണ്ണം കഴിച്ച വയറ് നിറയും. ഇപ്പൊ 15 രൂപ വരെയെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ആ സമയത്തൊക്കെ പറഞ്ഞ 1 രൂപ 2 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. വെരി ടേസ്റ്റി. അപ്പൊ ഇതൊരു വടാപ്പാവ് കഴിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് വയറ് നിറയും. അപ്പൊ ഈ പറഞ്ഞ മാതിരി ചോറ് വലിച്ചു വരെ തിന്നണ്ട, പിന്നെ പൈസയും ചെലവ് കുറവാണ്. ഈ പറഞ്ഞ കാര്യം ഒരു ദിവസം തന്നെ ഈ പറഞ്ഞ 10 രൂപയാണെങ്കിൽ മൊത്തം ആ ദിവസത്തെ ഫുൾ ഫുഡ് കഴിയും എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തും. ലൈഫില് എല്ലാം ഈ പറഞ്ഞ പോലെ ചേട്ടന്റെ ജീവിതത്തോട് ചേർന്ന് വന്ന സാധനങ്ങളാന്നാ പറഞ്ഞത്. പക്ഷെ യാത്ര എനിക്ക് വിശ്വാസമില്ല. യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളത് നമ്മുടെ ചിലപ്പോൾ ചൈൽഡ്ഹുഡിന്നേ തുടങ്ങിയതായിരിക്കും. ചൈൽഡ്ഹുഡിൽ നിന്ന് തുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകല്ലേ യാത്ര. ബട്ട് സ്റ്റിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ യാത്ര ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ എൻ്റെ വീട്ടില് അച്ഛനും അമ്മയുള്ളതിൽ പറഞ്ഞ മാതിരി അച്ഛൻ കുറച്ച് യാത്ര കുറവും, അമ്മ കുറച്ച് യാത്ര കൂടുതലായിരുന്നു. കൂടുതൽ അമ്പലങ്ങള്, പള്ളികള്, ഉത്സവങ്ങള്, പ്രോഗ്രാമുകൾ. അപ്പൊ ചെറുപ്പം മുതൽ എല്ലാ പരിപാടിക്കും കൊണ്ടുപോകായിരുന്നു. നാടകങ്ങൾ കാണാൻ കൊണ്ടുപോകും. അന്ന് കഥാപ്രസംഗമുണ്ട്, നാടകമുണ്ട്, ബാലയുണ്ട്, ഓട്ടംതുള്ളലുണ്ട്, ഇതെല്ലാം കാണിക്കാൻ ഉത്സവപ്പറമ്പുകളിൽ കൊണ്ട്. അതിൽ നിന്നായിരിക്കും പക്ഷേ ഈ കലാവാസന ചിലപ്പോൾ ഉള്ളിൽ കയറിയത്. അങ്ങനെയാവാം. ഞാൻ പിന്നീട് റിവേഴ്സ് ചിന്തിച്ച് നോക്കി എന്തായിരിക്കും കാരണം. അതിൽ നിന്ന് ഈ യാത്ര എൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ ഈ ബോംബെയിൽ ചെന്നു, അപ്പോഴും യാത്രയായി. പിന്നെ അവിടെ നിന്ന് എനിക്ക് ഈ കിട്ടിയൊരു ജോലി എന്ന് പറഞ്ഞ ഒരു ലോറിയുടെ ഒപ്പമുള്ളൊരു ജോലിയാണ് കിട്ടുന്നത്, രണ്ടാമത്തെ ജോലി. അപ്പോൾ ഈ ലോറി എവിടെ പോകണം, അതിൻ്റെ ഒപ്പം നമ്മൾ പോകണം, അതിൻ്റെ ഒരു കിളി പോലെ പോകണം. അപ്പോൾ ഈ ലോറി ഈ മഹാരാഷ്ട്രയുടെ ഇന്റീരിയറിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനും അതിന്റെ ഒപ്പം അങ്ങനെ പോകും. അതും ശരിക്കും പറഞ്ഞാൽ ലൈഫില് കൂടെ വന്നതാണ്. അത് കൂടെ വന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഭാഷ പഠിക്കാൻ പറ്റിയത്. അങ്ങനെ ഇന്റീരിയറിലേക്കൊക്കെ പോയതുകൊണ്ട്. സത്യം. പക്ഷെ ചേട്ടൻ ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ, ഞാൻ അറിയാത്തൊരു ലോകത്തെ കുറിച്ച് എന്തൊക്കെയോ ഒരു പുതിയ ചാപ്റ്റേഴ്സ് ഞാനിപ്പോ മനസ്സിലാക്കിയ പോലെയാണ്. എന്റെ ചേട്ടാ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വരണേ. അപ്പൊ കുറച്ച് സ്ഥലങ്ങളും കൂടെ പോയിട്ട് വന്നിട്ടേ ഞങ്ങൾക്ക് കുറച്ച് വിശേഷങ്ങളും കൂടെ കേൾക്കാലോ. യാത്രക്ക് മാത്രമായിട്ട് വേണ്ടി നമുക്കൊരു എപ്പിസോഡ് ചെയ്യാം. അപ്പൊ ഇതുപോലെ സ്പെഷ്യൽ ആയിട്ട് വരെ ഇതല്ല, ഇതിനെക്കാട്ടിലും നിറവോട് ഉണ്ടാക്കി തരാം. ഇതിപ്പോ ഞങ്ങളുടെ നിറവുണ്ടില്ലെന്നല്ല. ഈ യാത്രക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ള ഓരോ എക്സ്പീരിയൻസുകൾ, ഈ യാത്രകൾ എങ്ങനെയായിരുന്നു, ഇതിന്റെ ഡിഫിക്കൽട്ടീസ്, റെപ്റ്റൈൽസ് ഉണ്ടാവും, വൈൽഡ് അനിമൽസ് ഉണ്ടാവും, ഇതിനൊക്കെ കവർ ചെയ്ത് വേണം നമ്മൾ ഈ ഒക്കെ പോകാനായിട്ട്. പക്ഷെ അതിന്റെ ആ ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എനിക്ക് മറ്റെന്തിനേക്കാളും കൂടുതൽ ഹാപ്പിനെസ് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും. എനിവേ, താങ്ക് യു വെരി മച്ച് ചേട്ടാ. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വിശേഷങ്ങൾ തീരുന്നില്ല, പറഞ്ഞാലും തീരില്ല. പക്ഷെ എന്തായാലും ചേട്ടൻ തിരക്കിന്റെ ഇടയിലായാലും വന്നല്ലോ. ആ ഒരു അല്ല, ഈ അമൃത ടിവിയുടെ എന്ത് പ്രോഗ്രാമിന് വിളിച്ചാലും നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. നമ്മളെ തന്നെ പല സുഹൃത്തുക്കളും വന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഞാനും ഒരു ഫുഡി ആയിട്ടുള്ള മനുഷ്യനാണല്ലോ. അപ്പോൾ ആ പ്രോഗ്രാമിൽ വരുന്നത്. പക്ഷെ എന്നെ വിളിച്ചിരുന്നു പലതവണ ഇവിടുന്ന്. ഞങ്ങളുടെ കുറ്റമല്ലേ? പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സമയക്കുറവ് കൊണ്ടും വിശേഷങ്ങൾ തീർന്നില്ലാത്തത് കൊണ്ടും. എനിവേ, താങ്ക് യു വെരി മച്ച് ചേട്ടാ. താങ്ക് യു വെരി മച്ച്. അതാണ് ആനീസ് കിച്ചണിൽ വരുന്ന ഗസ്റ്റിന് വിശേഷം പറഞ്ഞാലും തീരില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് നിർത്താൻ ഫോഴ്സ്ഫുൾ ആണ്. അപ്പോൾ എന്നാ ചെയ്യുന്നത്, ഇതേപോലെ ഗസ്റ്റ് വന്നാൽ ഇനിയും വിശേഷങ്ങളായിട്ട് ആനീസ് കിച്ചൺ ഇനിയും തുടരും. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. ടിൽ ദെൻ, ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.